ഇത് മനസ്സിലാക്കിയിട്ടാണ് എഴുതേണ്ടതും പറയേണ്ടതും എല്ലാം. പോലപ്പോ നാളെ ബഹ്റൈൻ എന്ന് ഞാൻ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് താരതമ്യേന വർഗീയ കലാപം കുറവാണ്. മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവുന്ന ആ കലാപമൊന്നും നമ്മളെ ഇന്ത്യയിലില്ല. നമ്മളെ ഇന്ത്യ പരമാവധി താരതമ്യേന ശരിയാണ്. അപ്പൊ ചോദിച്ച് ഗുജറാത്തിൽ അതുണ്ടായിട്ടില്ലേ, മറ്റോടത്തുണ്ടായിട്ടില്ല? ഞാൻ പറഞ്ഞു പണ്ടുണ്ടായതൊക്കെ അത് കഴിഞ്ഞ്, അതിനെപ്പറ്റിയല്ല ഇപ്പൊ നമ്മൾ സംസാരം. നമുക്ക് ഭാവിയിൽ ഇവിടെ വർഗീയതയില്ലാതെ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കണം. അതിനെന്താണ് വഴി എന്ന് നോക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതാണ് ഞങ്ങളെ കേരള യാത്രയിലുണ്ടായത്, അതാണ് ഞങ്ങളെ കർണാടക യാത്രയിലുണ്ടായത്. ഞങ്ങളെ എല്ലാ യാത്രയിലും ഈ രാജ്യത്തുള്ള ജനങ്ങളെ മതസൗഹാർദ്ദത്തിലും മതമൈത്രിയിലും കഴിവിന്റെ പരമാവധി നിർത്താൻ ശ്രമിക്കലാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ അതിനാണ് എഴുതിവിടുന്നത്. ഗുജറാത്തിലുണ്ടായ സംഭവം ഇത്രയും വലിയൊരു നേതാവ് അറിഞ്ഞിട്ടില്ല. നേരത്തെ ഇയാളെ പറ്റി എഴുതിയോളം തന്നെ അതിനെപ്പറ്റി ബിഷപ്പിനെ പറ്റി എഴുതിയോളൂ. ബിഷപ്പ് എന്ന് പറഞ്ഞത്, ബിഷപ്പ് ഇവിടെ സൂക്ഷിക്കണേ, ഇവിടെ മദ്യം ഉണ്ട് എന്ന് പറഞ്ഞു. ഇയാളെ ധാരണ മദ്യമില്ലാത്ത ഹോട്ടലിൽ പോയിട്ട് എടുത്തതാ. അയാൾ ഇവിടെ മദ്യം ഉണ്ടോ? നേരെ പത്രക്കാരൻ എഴുതുന്നത് ഇവിടെ ബിഷപ്പ് വന്ന ഉടനെ മദ്യമുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഈ വക റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിന് പകരം പത്രക്കാരും മുഅല്ലിമീങ്ങളും മറ്റ് വാർത്താമാധ്യമക്കാരും എല്ലാവരും നമ്മുടെ രാജ്യത്ത് എന്താണ് നന്മ എന്ന് നോക്കിയിട്ടാവണം പ്രവർത്തിക്കുന്നത്. നന്മ ഇവിടെ മതസൗഹാർദ്ദവും മതമൈത്രിയും ആണ്. ആര് ഭരിച്ചാലും